الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഈമാൻ ശരിയാവാൻ വച്ചിരിക്കുന്ന നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രധാനപ്പെട്ടത് എന്നല്ല, അതുണ്ടെങ്കിലേ ബാക്കി ശരിയാവുള്ളൂ. നമ്മൾ ശറഹ് അർബഈൻ നബവിയിൽ വായിച്ചു, ഒരാള് നമ്മൾ ആ കിതാബിൽ വായിച്ചിട്ടുണ്ട്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലുള്ള ഷഹാദ വളരെ കൃത്യമായി പൂർത്തിയാക്കി. അയാൾക്ക് ശിർക്കില്ല, അയാൾ കലിമത്തു തൗഹീദിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനവുമായും ബന്ധപ്പെടുന്നില്ല. പക്ഷെ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹഖീഖത്തൻ ഇല്ലെങ്കിൽ അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബൂൽ തന്നെ ആവില്ല, അല്ലെങ്കിൽ സ്വഹീഹാവൂല. സ്വഹീഹായാലേ ഖബൂലിയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് അതിൻ്റെ ഷർത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയലും അറിഞ്ഞ് മുഹബ്ബത്ത് വെക്കലും ആ മുഹബ്ബത്തിനോടൊപ്പം ഇത്തിബാ ചെയ്യലും, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ശരിക്കും പറയുന്നതിലും എഴുതുന്നതിലും കേൾക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഒന്ന് അറിയണം ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ പറയാറുണ്ട്, താരീഖിൻ്റെ ഉലമാക്കൾ നൂറുകണക്കിന് കിതാബുകൾ, സീറകൾ എഴുതിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഈ ഉസ്താദുമാര് ആ സീറകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരിക്കലും നമ്മുടെ നാട് ഇങ്ങനെ പ്രകാശിക്കുന്നതായി കാണൂല. നമ്മളിപ്പോൾ റോഡിലും പള്ളികളിലും വീടുകളിലും കാണുന്ന ഈ പ്രകാശം ഉണ്ടല്ലോ, അതൊന്നും ശരിക്കും ഒരു ഇസ്സത്തല്ല, മറിച്ച് ദില്ലത്താണ്. ദീനറിയുന്നവർക്ക്, ദീനറിയാത്തവരുടെ വിചാരം അത് ഇസ്സത്താണ് എന്നാണ്. അവർ കാണിക്കാൻ വേണ്ടിയായി ചെയ്യുന്നത്. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനോട് അത്രയധികം ഇഷ്ടമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, അത് കാണിക്കാനും അറിയിക്കാനുമാണ് ചെയ്യുന്നത്. പക്ഷെ ദില്ലത്താണ് യഥാർത്ഥത്തിൽ. ജൂതന്മാര് വരെ ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും, റസൂലുള്ളാഹി എന്താണെന്ന് അറിയാത്തൊരു ഖൗമെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. മഅദല്ലാഹ്. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള സീറകളുടെ കിതാബുകൾ എഴുതപ്പെട്ടത് അറിയാനും വായിക്കാനും അത് ഉൾക്കൊള്ളാനുമാണ്. നൂറുകണക്കിന് കിതാബുകൾ. നമ്മളെ ഉസ്താദുമാർ എപ്പോഴും പറയും, വർത്തമാനകാലത്ത് കിതാബുകളും പുസ്തകങ്ങളും എഴുതുന്നവർ ചിലപ്പം കച്ചവടത്തിന് വേണ്ടി എഴുതുന്നതായിരിക്കും. സലഫുസ്സാലിഹകൾ അതിനു വേണ്ടി എഴുതിയതല്ല, അവർ ഈ ഉമ്മത്തിനെ വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി എഴുതിയതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഉമ്മത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നില്ല. നമ്മൾ മുമ്പ് നബിദിനാഘോഷ പരിപാടി ഉണ്ടാകുമ്പോൾ കേൾക്കുന്നൊരു പാട്ടുണ്ട്. ഇപ്രാവശ്യത്തെ പാട്ട് വന്നു കേട്ടോ, ഉണ്ട് സഖി കൊലകൊല മുന്തിരി കൊണ്ടൊരു പാട്ട് എടുത്ത് ചെക്കല്ലേ. വെറുതെ ഒരു തമാശയും കളിയും, ഒരു ജാതി സർക്കസ് പോലെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ കുറേ കോമാളിത്തരങ്ങൾ കാണിച്ച് കുറേ ആൾക്കാർക്ക് ചിരിക്കാനൊരു വകയായി, കുറേ ആൾക്കാരായി കണ്ടിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു എന്നല്ലാതെ എന്ത് ഗുണമുണ്ടായി അതിൽ? അതായത് കുട്ടികൾക്കൊക്കെ ഒരു പെരുന്നാൾ പോലെ ഒരു രസം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിന്ന് കാലങ്ങാട് പോയി ഒരു തൊപ്പി വാങ്ങാൻ വേണ്ടി പോയതാണ്, പോയിട്ട് കുടുങ്ങിപ്പോയി. തൊപ്പിയുടെ ബഹളം, തൊപ്പി വാങ്ങാനുള്ള കുട്ടികളുടെ ബഹളം, ഉസ്താദുമാരുടെ ബഹളം, പോയല്ലോ എന്നായിപ്പോയി. കാരണം നമ്മളെ കോലം കണ്ടൊരു എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഇയാൾ ഏതോ രവീന്ദ്രത്തിന് നാളെ ദുആ ചെയ്യാൻ പോകുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും വാങ്ങാൻ വന്നത്. ഒടുങ്ങിപ്പോയി. പെരുന്നാൾ പോലെ. അത് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹിയെ അറിയില്ല എന്നുള്ളതിലെ ഏറ്റവും വലിയ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് രണ്ട് പെരുന്നാളേ ഉള്ളൂ, ഈദാൻ, ഈദുൽ ഫിത്റും
ഈദുൽ അദ്ഹയും. നമ്മൾ ചെറുപ്പത്തിൽ പുതിയ കുപ്പായം വാങ്ങിയില്ലേ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ? ഞാൻ അപ്പുറത്തെ പുരക്കുള്ള ചെക്കൻ്റെ പുതിയ പാൻറ്റും കുപ്പായം ഇട്ടിട്ട് ജാഥക്ക് പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ മുളവക്കാട്. കാരണം അന്ന് അങ്ങനെ ഒരു വിശ്വാസം, പെരുന്നാൾ പോലെ ഒരാഘോഷം പോലെ. പക്ഷെ സീറകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇമാതിരി പ്രവൃത്തികൾ പിന്നൊരു കാര്യം വെച്ചാൽ കച്ചവടക്കാരോ പറഞ്ഞിട്ട് കാര്യമില്ല, സീസണല്ലേ. കാരണം അവർ റബീഉൽ അവ്വൽ മാസം ചിലപ്പോൾ കാത്തിരിക്കും, അപ്പോഴേ തൊപ്പിയും. കാരണം എന്താ പറയുക, അവിടെ ആ മറ്റേ തൊപ്പിയില്ലേ പോലീസുകാരെ പറ്റി തൊപ്പി, അതെല്ലാം കെട്ടുകണക്കിന് വന്ന് കിടപ്പുണ്ട്. കാരണം നാളെ ദഫ് കൂട്ടാൻ വേണ്ടി ഇടാനാണ്. ഒരേപോലത്തെ ജുബ്ബ, ഒരേപോലത്തെ പൈജാമ, ഒരേപോലത്തെ ഷൂ, ഇതെല്ലാം കാലം ടൗണിൽ ഇന്ന് നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മ റബീഉൽ അവ്വലിനെ കാണുന്നത് ഒരാഘോഷത്തിന്റെ മാസമായിട്ടാണ്. പക്ഷെ സീറകളിൽ മുൻഗാമികൾ കണ്ടത് അങ്ങനെയല്ല. റബീഉൽ അവ്വലിനെ അവർ കണ്ടത് അങ്ങനെയല്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ചു പറയാൻ പറ്റും, നമ്മൾ ഇന്ന് വലിയ ഷെയ്ഖുകളായി, ഖാദിമാരായി, ആലിമുകളായി പറയുന്നവർ വല്ലാഹി അവർക്ക് ദീനിന്റെ ഫഹ്മ് കിട്ടിയില്ല. അറബി പഠിച്ചിട്ടുണ്ട്. അറബി പറയുന്ന ഒരാളെ കണ്ടാൽ അയാളെ ആലിമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം വലിയ ആലിമാണ്, ഭയങ്കര ആലിമാണ്. ഇപ്പൊ നിങ്ങളും അറബി ഭാഷ പഠിച്ചാൽ ലഫ്ദ് വായിച്ച് കിതാബിന്റെ അർത്ഥം പറയാൻ പറ്റും. അങ്ങനെ എത്ര ജൂതന്മാരുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസർമാരില്ലേ, ക്ലീൻ ഷേവാണ്. ഇതിനിടയ്ക്ക് കണ്ണൂര് ഐനുൽ മആരിഫിൽ ഖുർആൻ സെമിനാറിൽ മിസ്രെന്നോ മറ്റൊരു പണ്ഡിതൻ വന്നു, ഖുർആന്റെ പണ്ഡിതൻ. അയാൾ ഖുർആനെ പറ്റി പറയുന്നതെല്ലാം കേട്ടാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഇൽമെല്ലാം കേട്ടത്. പക്ഷെ ഫുൾ ഷേവാണ്, താടിയിൽ പേര് പോലും ഇല്ല അയാളുടെ മുഖത്ത്. പക്ഷെ ഖുർആന്റെ പണ്ഡിതൻ എന്നാണ് അയാളുടെ പേര് കൊടുത്ത്. ഇൽമുണ്ട്, ഫഹ്മില്ല, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ കാട്ടിക്കൂട്ടുന്ന റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം നാട്ടിലുള്ള ഖതീബുമാരുടെ അറിവോടുകൂടിയല്ലേ. ഈ പുരക്ക് ഈ ലൈറ്റ് തൂങ്ങുന്നതിന്റെ അർത്ഥം എന്താ? അതെന്ത് കാരണത്താലാണ്? നമ്മളെ അയൽപക്കത്ത് തന്നെ ആവും ചെയ്തു പോയി, വലിയ ടെൻഷൻ തന്നെ. അതാണ് എന്താ ഇതിന്റെ പിറകിലുള്ള കാര്യം അറിയോ? ഫഹ്മില്ലാത്ത ഈ ഉലമാക്കൾ മിമ്പറിന്റെ മോണെന്നാ പറഞ്ഞു കൊടുത്തത്. വീട് പ്രകാശിച്ചാൽ അത് ഖബർ പ്രകാശമാകും. റബീഉൽ അവ്വൽ പള്ളി പ്രകാശിപ്പിച്ചാൽ, വീട് പ്രകാശിപ്പിച്ചാൽ നമ്മുടെ ഖബർ പ്രകാശിക്കും എന്ന് അവർ പറഞ്ഞു കൊടുത്തതാണ്. ഇവരെങ്ങനെ ആലിമെന്ന് പറയുക? നമ്മൾ ഉപ്പ എപ്പോഴും പറഞ്ഞു ഇവർക്കൊന്നും മിമ്പറും നിൽക്കാനുള്ള അധികാരമില്ല, അല്ല ഹക്കില്ല, അഹ്ലിയത്തില്ല, അർഹതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. മാഷാ അല്ലാഹ്, ചെറുപ്പക്കാർ വരെ ഹദീസ് പറയാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? ഐ യുഫഹിംഹു ഫിദ്ദീൻ. അയാൾക്ക് അല്ലാഹു ദീനിന്റെ ഫഹ്മ് കൊടുക്കും. അത് ചിലപ്പം മത്തിക്കച്ചവടക്കാരൻ അല്ലാഹു കൊടുക്കും, ശൈഖുൽ മശായിഖിന് കൊടുക്കൂല. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മാർക്കറ്റിൽ ഉന്തുവണ്ടി ഉന്തുന്നവൻ പള്ളിയിൽ വന്നിട്ട് കരയുന്നുണ്ടാവും അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ നൊമ്പരത്തിൽ. അതേസമയം ഡിഗ്രി എടുത്ത ഖതീബുമാരും ഖാദിമാരും ഇപ്പൊ ഡെക്കറേഷൻ ബൾബ് തൂക്കുന്നുണ്ടാവും പള്ളിയിൽ. ഫഹ്മില്ല. ഒരു അലാമത്തു സാഅന്റെ ഹദീസ് ഉണ്ടല്ലോ, ഒരു കാലം വരും അള്ളാഹു ഇൽമു ഉയർത്തിക്കളയും. ഇൽമു ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഉലമാക്കളുടെ മരണമാണ്, മൗത്തുൽ ആലിം. പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും? അവരുടെ കൂട്ടത്തിലുള്ള ജാഹിലുകളെ നേതാക്കന്മാരാക്കും. എന്നിട്ട് അവരോട് ഫത്വകൾ ചോദിക്കും. അവര് ഫത്വ കൊടുക്കും. ഫദല്ലു വഅദല്ലു. അവര് സ്വന്തവും പിഴച്ചു പോവും, ബാക്കിയുള്ള ആൾക്കാരെ പിഴപ്പിക്കുകയും ചെയ്യും. അതാ ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്നത്. ഉമ്മത്തിനെ ഷർറിന്റെ വഴിയിലേക്കാണ് തള്ളിവിടുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരാണ് സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ. സലഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദും അതിൻ്റെ ഉസ്താദും അല്ല. നമ്മളങ്ങനെ സലഫിനെ വിശേഷിപ്പിക്കുക. നമ്മളെ പഴയ ഉസ്താദ് അങ്ങനെ ചെയ്തില്ലേ? നമ്മുടെ നാട്ടിലെ പഴയ ഖാദിയാർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലുള്ള പഴയ ഖാദി എത്ര നല്ല ബഹുമാന്യനായ ആളാണ്, അയാളൊന്ന് കൊടിപൊക്കിയിട്ടില്ലേ? ഇപ്പൊ സലഫികൾ പറയുന്നത് കേട്ടോ. ആരാണ് സലഫ്? നമുക്ക് കണ്ണടച്ച് അംഗീകരിക്കാവുന്ന സലഫുകൾ എന്ന് പറഞ്ഞാൽ ആ ഉത്തമമായ 3 നൂറ്റാണ്ടിലുള്ളവരാണ്. ആദ്യത്തെ 300 കൊല്ലം ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. സഹാബാക്കൾ,
അവരുടെ ശിഷ്യന്മാരായ താബിഈകൾ, അവരുടെ ശിഷ്യന്മാരായ തബഉ താബിഈകൾ. അവരെങ്ങനെയാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത്, അങ്ങനെ കാണലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃക. പക്ഷെ അവരിൽ കണ്ടത് ഇതൊന്നുമല്ല, ഈ പരിപാടി ഒന്നുമല്ല. അവരാദ്യം പറഞ്ഞ വിഷയം എന്താ അറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് നിങ്ങൾ പരിഗണിക്കണം സമുദായമേ എന്നാണ് പറഞ്ഞ വിഷയം. ഒന്ന് അംഗീകരിക്കണം. എന്നിട്ട് അവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഇങ്ങോട്ട് കാണിച്ച സ്നേഹവും കാരുണ്യവും മമതയും ദയാവായ്പും ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ചു അവർ. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു നബിയെ എങ്ങനെയാ പരിഗണിക്കാതിരിക്കാൻ സാധിക്കുക? മുഅ്മിന് കഴിയില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലാ ഖൗല ഇബ്രാഹീമ റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് എന്ന ആയത്ത് ഓതി സൂറത്ത് ഇബ്രാഹിമിലെ. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈസ നബി അലൈഹിസ്സലാം ഓതി ആയത്ത് ഓതി സൂറത്ത് മാഇദയിലെ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളാണ്, നിനക്ക് ശിക്ഷിക്കാം, എന്തും ചെയ്യാം, എന്നാലും നീ പുറത്തു കൊടുക്കാൻ വിചാരിച്ചാൽ പുറത്തു കൊടുക്കാമല്ലോ, നീ ഗഫൂറും റഹീമുമാണല്ലോ. ഇത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബക, കരഞ്ഞു. കരയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഉമ്മത്തി ഉമ്മത്തി, നമ്മൾ ഓർത്തിട്ട് എൻ്റെ സമുദായം എൻ്റെ സമുദായം. അത്ര ഓർമ്മയുണ്ടായിരുന്നു. നമ്മളാകെ ഓർക്കുന്നത് ഈ 12 ദിവസമാണ്. ഈ 12 ദിവസം ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വലാത്തുൽ കുസൂഫ് നിർവഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗ്രഹണ നിസ്കാരം അതൊരു അദാബാണല്ലോ. അതിന്റെ അവസാനത്തെ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയാണ് സഹാബി, അല്ലാഹുമ്മ അലം തഇദ്നി അല്ലാ തുഅദ്ദിബുഹും വഅന ഫീഹിം. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഉമ്മത്തിന്റെ കൂടെ ഉള്ളപ്പോൾ നീ അവരെ ശിക്ഷിക്കൂല എന്ന് എന്നോട് വഅദ ചെയ്തിട്ടുണ്ടല്ലോ. അലം തഅദ്നി അല്ലാ തുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. എൻ്റെ ഉമ്മത്ത് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കവേ നീ അവരെ ശിക്ഷിക്കൂല എന്ന് നീ വഅദ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയുണ്ടായി എന്ന് പറഞ്ഞു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മളെ പറ്റി ഓർത്തിട്ട് ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. എന്തായിരുന്നു ആ ദുആ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം തീബുൽ വജ്ഹ് കണ്ടപ്പോ, മുഖം നല്ല പ്രസന്നതയിൽ സന്തോഷത്തിന്റെ അവസ്ഥയിലാണ്. അപ്പൊ ആയിഷ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ ഖദ്ദമത് വമാ അഖറത് വമാ അസറത് വമാ അഅലനത്. ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ, മുമ്പ് ചെയ്തതും പിന്നെ ചെയ്തതും രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും. ആയിഷ റളിയല്ലാഹു അൻഹ സന്തോഷം കൊണ്ട് ചിരിച്ച് അവരുടെ തല മടിയിലേക്ക് കുത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, എന്റെ ദുആ നിന്നെ അത്രയധികം സന്തോഷിപ്പിച്ചോ? ആയിഷ പറഞ്ഞു, നഅം. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി യാ ആയിഷ ഹാദാ ദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാ. ആയിഷ, ഇത് ഈ ദുആ ഞാൻ എല്ലാ നിസ്കാരത്തിനും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ചെയ്യാറുണ്ട്. തങ്ങൾ വെറുതെ പറയില്ലല്ലോ, നമ്മൾ ഓർക്കാറുണ്ട് എന്നർത്ഥം. നാളെ മഹ്ശറിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തന്നെ ഓർക്കും, നഫ്സിനെ ഓർക്കലില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഫ്സിന്റെ ഇതാണ് മദ്ഹ്. നമ്മൾ ഈ പറയുന്നതാണ് മദ്ഹ്. ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുല്ലാ പറഞ്ഞ പോലെ മദ്ഹ് പറയണം. മദ്ഹ് പറയൽ ഇബാദത്താണ്. വേറെ ആരും നമ്മളിങ്ങനെ പൊക്കി പറയാ. നമ്മളെ ക്ലാസിന്റെ യൂട്യൂബിന്റെ താഴെ ഒരു കമന്റ് കണ്ടു, മുഹമ്മദ് ആലിപ്പ ഇത്രയധികം ഇങ്ങനെ വർണ്ണിച്ചു പറയാൻ. ഓനെ അല്ലാഹുവിന്റെ റസൂലിനെ അറിയാത്ത നമ്മളെ പ്രശ്നം. നമ്മൾ വേറെ ആരെയും ഇങ്ങനെ പുകഴ്ത്തി പറയാ? ആരുണ്ട് ദുനിയാവിൽ അള്ളാഹു കഴിഞ്ഞാൽ ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ അർഹതയുള്ള ഒരു വ്യക്തി ദുനിയാവിൽ വേറെയില്ല. അതുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി, വഅഹ്സനു മിൻക ലം തറ ഐനി ഖത്തു വഅജ്മലു മിൻക ലം തലിദ് നിസാഉ. തങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ എൻ്റെ കണ്ണ് ദുനിയാവിൽ ഇന്നുവരെ കണ്ടിട്ടില്ല.
വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങേക്കാളും ഭംഗിയുള്ള ഒരാൾ ഒരു പെണ്ണും ഇന്നു വരെ പ്രസവിച്ചിട്ട് പോലുമില്ല. ആരാള് അങ്ങനത്തെ ഒരാള്? അജ്മൽ, ശാരീരിക സൗന്ദര്യം മാത്രമല്ല, സ്വഭാവത്തിന്റെ ശുദ്ധി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടു. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ, അങ്ങ് ഇഷ്ടമുള്ള പോലെ ജനിച്ച പോലെ ഉണ്ട്. നമ്മൾ ആരെപ്പറ്റിയാ വർണ്ണിച്ച് പറയാം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാതെ. ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മദ്ഹ് എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഇത് മദ്ഹാണ് എന്ന് ബോധ്യമാവണം. അങ്ങനെ മദ്ഹ് പറയണം. ഒരു മദ്ഹ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇന്ന് അല്ലെങ്കിൽ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള മൗലമാര് വായിക്കുന്ന ഒരു മൻഗൂസ് എന്ന് പറയുന്ന ഒരു മൗലിദിന്റെ കിതാബുണ്ട്. ആ കിതാബിലുള്ള ഒരു മദ്ഹ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇത്രയധികം ഈ ഉമ്മത്ത് ഇൽമിൽ നിന്ന് ദൂരെയാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നു നമുക്ക്. അതായത് നമ്മുടെ നാട്ടിലുള്ള 100 പള്ളികളിൽ 99 പള്ളിയിലെ മിമ്പറുകളും മെഹ്റാബുകളും അവിടെ ഒരുമിച്ച് കൂടുന്ന മുസ്ലിമിന് ഇൽമല്ല നൽകുന്നത്, പാടു ജഹലാണ് നൽകുന്നത് എന്ന് സാരം. ഇൽമ അവർ കൊടുക്കുന്നേ ഇല്ല. കേട്ടോളി, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ. ബാക്കി എന്താ മറന്നല്ലേ? وأوجد نوره قبل خلق العالم وسماه محمدا. അത് അവിടെ നിർത്തുമ്പോൾ എന്താ ചൊല്ലുക? സല്ലല്ലാഹു, ഒരു ടൂറുണ്ട്, മറന്നുപോയി കേട്ടോ. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി. ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ആ പ്രവാചകന്റെ നൂറ് ഉണ്ടായിട്ടുണ്ട്. ഹദീസിനെതിരാണ്, നമ്മുടെ അഖീദക്കെതിരാണ്, നമ്മുടെ വിശ്വാസ പ്രമാണത്തിനെതിരാണ് മഖൂസ് മൗലിദിന്റെ ആദ്യത്തെ വരി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഖതീബ് പറയുന്നവരും എന്ത് കിട്ടിയില്ല? ഫഹ്മ് കിട്ടിയില്ല. ഇതെന്താ പറയുന്നത് തിരിഞ്ഞിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചില്ല, അതിനെപ്പറ്റി ചിന്തിക്കാൻ ഉസ്താദുമാർ സമ്മതിച്ചിട്ടില്ല. അതാണ് പൗരോഹിത്യം. അതുകൊണ്ടാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഫ്വാൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, നമ്മുടെ ഉമ്മത്തിലെ ഉലമാക്കൾ നശിച്ചു പോയാൽ അവരാരെ പോലെയാവും? അഹ്ബാറു യഹൂദ്, ജൂത പുരോഹിതന്മാരെ പോലെയാവും. കാരണം ജൂത പുരോഹിതന്മാരുടെ പ്രധാനപ്പെട്ട സ്വഭാവം എന്താ? لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. അല്ലാഹു പറഞ്ഞു, ഹക്കും ബാത്തിലും കൂട്ടി കലർത്തി എന്നിട്ട് ഹക്കിനെ പൂഴ്ത്തി വെച്ച് ബാത്തിലിനെ ഹക്ക് പോലെ സാധാരണക്കാരന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നവർ ജൂത പുരോഹിതർ. അതേപോലെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഉസ്താദുമാരായി മാറി. ഇല്ലെന്ന് പറയാൻ എങ്കിൽ യാദ്യത്തെ വരിന്റെ അർത്ഥമെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് വായിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് അൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനെ വിളിച്ചു റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞുവത്രേ, ഏ ജാബിർ, നിന്റെ നബിയുടെ നൂറാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത്. ഈ ഹദീസ് മൗദൂആണ്, മക്ദൂബാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞ ഹദീസ. അതാണ് റബീഉൽ അവ്വൽ മാസം എന്ന ഈ മാസം നാട്ടിലുള്ള ഒട്ടുമിക്ക ശൈഖ്മാര് വരെ പ്രസംഗത്തിൽ പറയാം, ഏ ജാബിർ, നിന്റെ നബിന്റെ നൂറാണ് ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പോഴത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഖലമിനെയാണ്. എന്ന് വെച്ചാൽ മയ്യഖുൽ അലയ്യ മാ ലം അഖുൽ. എന്താ അർത്ഥം? ഞാൻ പറയാത്തൊരു കാര്യം ആരെങ്കിലും എന്റെ മേൽ കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അവൻ അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ. ഖലാസ്. ഇത് ഉമ്മത്ത് അറിയുന്നുണ്ടോ? ഇത് ഈ മിമ്പർമ നിൽക്കുന്നവൻ അറിയുന്നുണ്ടോ? ഞാൻ ഇന്നൊരു ക്ലിപ്പ് കണ്ടു യൂട്യൂബിൽ ഇത് വരുമല്ലോ, എന്തായാലും പറയാ, ഷോർട്സ്. അതൊരു വലിയ ചെറുണ്ടോ, തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല. അപ്പൊ അതിലൊരു കണ്ണടക്കി വെച്ചൊരു തങ്ങള് അയാൾ പറയുന്ന വെച്ചാല്,
CM എന്ന ആ 2 വാക്ക് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. അൽഹംദുലില്ലാഹ്. CM മനസ്സിലായില്ലേ? ആ ചങ്ങാനെ പറ്റി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരുപാട് വന്നല്ലോ മൂപ്പരെ പറ്റി. അതാണ് ഈ ശൈഖന്മാരുടെ ഇന്നത്തെ അവസ്ഥ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗലിന് എതിരായിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തു ഈ റബീഉൽ അവ്വൽ മാസത്തിൽ. അതാണ് സംഭവിച്ചത്. കേട്ടോളൂ, ഒരു വിറ്റ് പറയാം. അത് കഴിഞ്ഞിട്ട് അതുകൂടി പറഞ്ഞു ബാക്കി പറയാം. ഇത് കേട്ടോളി. അതായത് മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ പേജാണ്. ഇതാണ് ഉസ്താദ്മാര് വായിക്കുന്നത് തലയണപ്പുറത്ത്. ഇപ്പൊ വരുന്ന നോട്ടീസുകളൊക്കെ എന്താ? 9 മണി മൗലിദ് പാരായണം, നേതൃത്വം ജമലുൽ ലൈലി, അല്ലെങ്കിൽ ഖലീലുൽ ബുഖാരി. അതായത് ജനങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ഇതുണ്ടാക്കുകയാണ്. എന്താ പറയാ മലയാളത്തിൽ? ഇംഗ്ലീഷിൽ എന്താ പറയാ? നിങ്ങളും 10 ഫയല. ജനങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു പൊട്ടിത്തെറി. പേരെല്ലാം കേൾക്കുമ്പോ അങ്ങനത്തെ ഒരു മഹാനാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ വായിക്കണ ഇതാണ്. കേട്ടോളി. وأخرجه في آخر الزمان كما قدر وابدا والبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا. ചന്ദ്രൻ പോലും നാണിക്കുന്ന രീതിയിൽ. ശരിയാണ്, അത് ശരിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനേക്കാളും സൗന്ദര്യമുണ്ട്. وفرقد ألا هو الذي توسل به آدم عليه السلام. ഇത് ഖുർആനിനെതിരാണ്. ഖുർആനിനെതിരാണ്. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഹാഖയിൽ ولو تقول علينا بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين. ഇതാരെ പറ്റി അല്ലാഹു പറഞ്ഞേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി. എൻ്റെ മേലെങ്ങാനും മുഹമ്മദ് നബി ചെറിയ ഒരു വാക്ക് ഞാൻ പറയാത്തത് പറഞ്ഞാൽ, പിടിച്ച് മെരിപ്പിച്ച് കളഞ്ഞാൽ, കാരണം എൻ്റെ ദീൻ കൊണ്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കൂല. എൻ്റെ നബി പറഞ്ഞാലും ശരി. പിന്നല്ല ഷെയ്ഖും ഖാദിയും മൗലയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടുന്ന ആള്, നബിയും റസൂലുമായ ആള്, എന്റെ ദീനിൽ എന്തെങ്കിലും സ്വന്തം താല്പര്യപ്രകാരം പറഞ്ഞാൽ ഞാൻ മെരിപ്പിച്ചു കളയും ആ നബിയെ. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസിൻ. നിങ്ങളിൽ ഒരാൾക്കും രക്ഷപ്പെടുത്താൻ സാധിക്കൂല. അങ്ങത്തെ പിടുത്തം ഞാൻ പിടിച്ചു കളയും. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. പക്ഷെ ഖുർആൻ എന്ത് പറഞ്ഞു? ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു. ഫഅസാ ആദമു റബ്ബഹു. ആദം തന്റെ റബ്ബിനെ എതിര് കാണിച്ചു. എന്തിന്? തിന്നണ്ടെന്ന് പറഞ്ഞ പഴം തിന്നു. എന്നിട്ട് അള്ളാഹു എങ്ങനെയാ മാപ്പ് കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോഴാ ഖുർആൻ പറഞ്ഞെന്ന്. നമുക്ക് ഇതൊന്നും ഉമ്മത്തിന് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മളെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വരുമോ? വരൂല. കാരണം നമ്മളപ്പോഴെ നേരത്തെ ഔട്ടായ മനുഷ്യന്മാരാണ്, ദീനിന്ന് പുറത്തായ ആൾക്കാരാണ്. നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു ഹിദായത്തിൽ ഇസ്തിഖാമത്തിൽ നസീബാക്കി തരട്ടെ. കേൾക്കൂലല്ലോ. ഇതൊട്ട് കേൾപ്പിക്കാനും അല്ലെങ്കിൽ ഇത് വായിക്കുന്നു അല്ലെങ്കിലും ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ വെല്ലുവിളിച്ചു പറഞ്ഞു, മൻകൂസ് മൗലിദ് മലയാളത്തിൽ പരിഭാഷ പള്ളിയിൽ വെച്ച് നിങ്ങൾ വായിക്ക്. മൂളയുള്ള ഒരുത്തനെങ്കിലും ചോദിക്കും, ഒലവി എന്ത് വായിക്കുന്നത്? ഇങ്ങനെയല്ലേ ഉണ്ടാ? ഇതല്ല ഖുർആൻ എതിരല്ലേ? പൂട്ടി വെക്ക് വായിന്ന് പറയും. വായിക്കില്ല. മലയാള പരിഭാഷ ഇല്ലായിട്ടാ. മലയാള പരിഭാഷ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ഏതെങ്കിലും മൂലാതെ പറയുന്നത് കേട്ടില്ലോ, മങ്കൂസ് മൗലിദിന്റെ പരിഭാഷ കിട്ടും, വായിച്ച് പഠിക്ക് പ്രിയപ്പെട്ടവരെ. ഇതില്ല. പഠിച്ചാദ്യം ചോദ്യം പോവല്ലോ. അല്ല, ആദ്യം നബി തെറ്റ് ചെയ്തപ്പോ അള്ളാഹു പറഞ്ഞെന്താ? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ഖുർആൻ സൂറത്തുൽ ബഖറയിലുള്ളത്. ആദമിന് അള്ളാഹു ചില വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പുറത്തു കൊടുത്തു. ഏതാണ് ആ വാക്ക്? ശരി, ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അള്ളാഹു പറയുന്നു, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ദുആ പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തു കൊടുത്തത്. ചങ്ങായി പറയുന്നു, റസൂലുള്ളാഹിനെ വെച്ച് തവസ്സുലാക്കിയപ്പോഴാണ് അള്ളാഹു പുറത്തു കൊടുത്തത്.
ഇതിലേതാ ശരി? ഖുർആനോ അതല്ല ഈ കിതാബോ? പക്ഷെ ഇതാണ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട സാധനമായിട്ട് കൊണ്ട് നടക്കുന്നത്. ഖുർആനെതിരാണ്. പരിശുദ്ധ ഖുർആനിന്റെ തത്വത്തിന് എതിരായിട്ട് ഒരുത്തം പറഞ്ഞാൽ വിശ്വസിക്കണ്ട. ഒരുത്തം പറഞ്ഞാൽ അവന്റെ ഹുക്കം എന്താ? അവൻ ഔട്ടാവും. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ എത്ര മുസ്ലിംസ് ഉണ്ടാവും? ചിന്തിക്കേണ്ട വിഷയമാണ്. ഭൂരിപക്ഷം മുസ്ലിം ആവണമെന്നില്ല, ഭൂരിപക്ഷം മുഅ്മിനാവണമെന്നില്ല. ഇതാണ് അവസ്ഥ. പിന്നെയോ മുഹമ്മദ് നബിയുടെ പിതാവാകുന്നതിൽ അദ്ദേഹം അഭിമാനം കൊണ്ടു. അപ്പൊ അത് നബിക്ക് അറിയോ എനിക്കിങ്ങനെ ഒരു മോൻ ജനിക്കാൻ പോകുന്നുണ്ട് എന്ന്? അത് നബിക്ക് കൈവറിയോ? അത് നബിക്ക് കൈവറിയില്ലല്ലോ. ഇവർക്ക് എന്ത് കൈവ് വന്നില്ല? ഇവർ അള്ളാന്റെ അർശനെ കാക്കുന്നത് അലിയ എന്ന് പറഞ്ഞ മനുഷ്യന്മാരാണ്. അള്ളാന്റെ അർശനെ കാക്കുന്നത്. നമ്മൾ ഇന്ന് പൂച്ചക്കാട് പോയപ്പോൾ അവിടെ പള്ളിന് മുമ്പിൽ ഒരു കാറ്, അതിന്റെ ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നു യാ അലി യാ ഹുസൈൻ. ഞാൻ എടുത്ത് ഫോട്ടോ എടുത്തിട്ടില്ലേ? സ്വിഫ്റ്റ് കാറ്. യാ അലി യാ ഹുസൈൻ. അപ്പൊ എവിടെ എത്തിയത്? എന്താ അർത്ഥം? അത് ഷിയാക്കളുടെ മുദ്രാവാക്യാണ്. നമ്മൾ ബഹ്റൈനിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റിന് താഴെ ഒരു ഷിയ പെണ്ണുങ്ങളെ താമസം, തൊണ്ടിയാണ്. നമ്മൾ കയറുമ്പോൾ മുറ്റടിക്കുന്നുണ്ടാവും, ഈ സ്റ്റെപ്പെല്ലാം ചിലപ്പോൾ അവർ തുടക്കുന്നുണ്ടാവും. കാലിങ്ങനെ യാ അലി അങ്ങനെ വിളിക്കാം. മുതിർശിഖങ്ങളെ വിളിക്കില്ല നമ്മൾ ഷിയാക്കള്. അതേപോലെ അവർ വിളിക്കല് യാ അലി എന്നാണ്, എന്തെങ്കിലും പറ്റിപ്പോയാൽ. അതായത് ഷിയാക്കള് സഹായത്തിന് വിളിക്കുന്ന വിളിയാണ് യാ അലി യാ ഹുസൈൻ. അത് ഇത്ര പരസ്യമായി നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ എത്ര മാത്രം മതപ്പതിച്ചു പോയി മുസ്ലിം ഉമ്മ. മൂലമാർക്ക് ഇതൊന്നും തിരിയുന്നില്ലാമോ? അല്ല കണ്ണടക്കുന്നതാണോ? അറിയായിട്ടാണോ? അത് മനസ്സിലാവാത്ത കൊണ്ടാണോ? എന്താന്ന് മനസ്സിലാവുന്നില്ല. സെയിം ഷിയായിസം, പൂർണ്ണമായ ഷിയായിസം. ഇമാം അലി മൗലിദിൽപ്പെട്ടതാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ അവര് വലിയ സ്ഥാനം, ഷിയാക്കൾ ഉണ്ടാക്കിയ കഥയാണത്, ഷിയാക്കൾ ഉണ്ടാക്കിയ കെട്ടുകഥയാണത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയ സമയത്ത് അവിടെ കണ്ടു? അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അന്നേരം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു എത്ര? കഥയാണ് കേട്ടോ, ഇല്ലാത്ത സംഭവമാണ്. അല്ലാഹുവേ, നീ എനിക്ക് മുമ്പ് അലിയെ മിഅ്റാജ് ചെയ്യിപ്പിച്ചുവോ? അപ്പൊ അള്ളാഹ് പറഞ്ഞു എത്രേ, മിഅ്റാജ് ചെയ്യിപ്പിച്ചതല്ല, അലിയാർ തന്നെ ഉണ്ട്, മദീനയിൽ തന്നെ ഉണ്ട്. ഇത് ആകാശത്തിലുള്ളവർക്ക് അലിയിനോട് വല്ലാത്ത ഭീഷമാണ്. അപ്പൊ ഇടക്കിടക്ക് അലിയിനെ കാണാനായി, സന്ദർശിക്കാനായി മലക്കുകൾ ദുനിയാവിലേക്ക് ഇറങ്ങി വരും. അതവർക്കൊരു പ്രയാസമായതുകൊണ്ട് ആയിരിക്കും ഇത് മലക്കൾ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നു പ്രയാസമാവാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയിൽ ആകാശത്ത് ഇറങ്ങി വരുന്നു. പ്രകാശമല്ല, നൂറല്ലേ അവരെങ്ങനെ മനുഷ്യന്മാരെ പോലെ കാണുക? കിതാബിലുണ്ട്, മുഴുവൻ കിതാബില്. പ്രയാസമായതുകൊണ്ട് ഒരു മലക്കിനെ ഞാൻ അലിയിന്റെ കോലത്തിൽ പടച്ചിരിക്കുന്നു ആകാശലോകത്ത്. അപ്പൊ അലിയിനെ കാണാൻ തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ മലക്കിനെ വന്ന് കാണും. ആ ആളെയാ നിങ്ങൾ കണ്ടത്, അല്ലാണ്ട് നിങ്ങളെ പുതിയപ്പ അലിയല്ല ഇത്. അങ്ങനെ സമാധാനമായി മുകളിലേക്ക് പോയി. അള്ളാഹു ഒരു സൽക്കാരം ഏർപ്പാട് ചെയ്തു. വലിയ സങ്കടം എന്താ അറിയോ? ഇതൊക്കെ വായിക്കുന്നത് ആലിമെന്ന് പറയപ്പെടുന്നവരാണ്. നാട്ടിലെ ഖാദി എന്ന് പറഞ്ഞാൽ ചില്ലറ സ്ഥാന, ഒരു മഹല്ലത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളല്ലേ, ആദർശം പഠിപ്പിക്കേണ്ട ആളല്ലേ, അവരായി വായിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അള്ളാഹു ഒരു സൽക്കാരം ഏർപ്പാടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ല, കൂടെ ആരെങ്കിലും വരണം. അപ്പൊ പെട്ടെന്നൊരു കൈ പ്രത്യക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഭക്ഷണം ആ കൈമേൽ വെച്ചു കൊടുത്തു. അപ്പൊ ആ കൈ എന്ത് ചെയ്തു? പോയി. നബി പിന്നെയും മുന്നോട്ട് പോയി അർശിന്റെ അടുത്തെത്തി. അവിടെയുള്ളൊരു ഭയങ്കരനായ സിംഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയായി. അപ്പോൾ അശരീരി വന്നു, പേടിക്കണ്ട, കയ്യിലുള്ള മോതിരമൂരി ആ സിംഹത്തിന്റെ വായിലിട്ട് കൊടുത്താൽ മതി. ഇത് ഉഷാദ് ബാഖവിയിൽ ഒരു പ്രഭാഷകൻ, അയാൾ ഈ കഥ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അലിയാര് തങ്ങൾ ആരെന്നറിയുമോ? ഷിയാക്കളെ പറയില്ലേ, അലിയാര് തങ്ങൾ ആരെന്ന് പറഞ്ഞു കൊടുക്കാനായി കഥ ഉണ്ടാക്കിയത്. അങ്ങനെ ഇട്ടുകൊടുത്തപ്പോൾ പുലി സിംഹം പോയി. അങ്ങനെ മിറാജ് എല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലെത്തി. ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് ആര് വരുന്നു?
പുതിയാപ്പിള വരുന്നത്. അല്ല നബി നിങ്ങളെ മോതിരമല്ലേ? എന്നിട്ട് എടുത്തിട്ട് കൈമ വെച്ചു കൊടുത്താൽ മോതിരം. അപ്പോഴാണ് റസൂൽ ശ്രദ്ധിച്ചത്, നേരത്തെ ഞാൻ ആകാശത്ത് വെച്ച് ഭക്ഷണം എടുത്തു വെച്ച കൈയുണ്ടല്ലോ, ആ കൈ അലിയിൻ്റെതാണ് എന്ന് അപ്പോഴാണ് നബിക്ക് ബോധ്യപ്പെട്ടത്. എന്നിട്ട് അയാൾ എഴുതി, കണ്ടോ നബിയുടെ മകളുടെ ഭർത്താവ് അലിയിൻ്റെ സ്ഥാനം അള്ളാൻ്റെ അർശിനെ കാക്കുന്ന സിംഹമാകുന്നു അലി. ഇത് കേൾക്കുമ്പം ദീനറിയാത്ത സാധാരണക്കാരന് ആരോടും മതിപ്പ് വരും. അപ്പം ഇങ്ങനെ കാറിൻ്റെ ബേക്കിൽ എഴുതി വെക്കും, യാ അലി യാ ഹുസൈൻ. ഈ ഉമ്മത്തിൻ്റെ അവസ്ഥയായത്. ഇവർ ഇസ്ലാമിൻ്റെ പേരിലായി കാട്ടിക്കൂട്ടുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങാനും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ റബീഉൽ അവ്വൽ ബദർ പോലെ ആയിപ്പോട്ടെ, സംശയമില്ല. ജീവനോടെ ഉണ്ടെങ്കിൽ കേട്ടോളൂ. വസ്തഗാസ ബിഹി നൂഹുൻ അലൈഹിസ്സലാം ഫനജാ മിനർ റദാ. മങ്കൂസ് മൗലിദ്. വസ്തഗാസ ബിഹി നൂഹുൻ, നൂഹ് നബി നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു. ഫനജാ മിനർ റദാ, അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു, നൂഹ് നബി എന്നെ വിളിച്ചു, അന്നീ മഗ്ലൂബുൻ ഫൻതസിർ, അല്ലാഹുവേ ഞാനിതാ പരാജയപ്പെടുന്നു, എന്നെ ഒന്ന് സഹായിക്ക്. അല്ലാഹു പറഞ്ഞു, ഞാൻ എൻ്റെ അടിമയുടെ വിളി കേട്ടു. ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർദ, ഞാൻ ആകാശം തുറന്നു കൊടുത്തു, ഭൂമി വിണ്ട് കീറി വെള്ളം വരാൻ തുടങ്ങി വെള്ളപ്പൊക്കത്തിൽ. വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ, ഞാൻ ആ കപ്പലിൽ നൂഹിനെയും മുഅ്മിനീങ്ങളെയും കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ മങ്കൂസ് മൗലിദിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തിട്ട് രക്ഷപ്പെട്ടു എന്നാണ്. ഇങ്ങനെ നോക്കിയാൽ അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഒരു തമാശ പറയാം, കേട്ടോളി. وكان في صلب إبراهيم حين ألقي في النار فعاد وصار لهبها مخمدا. അന്നേരാണ് എന്ത് പറയല്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കേട്ടപ്പം? മുഹമ്മദ. എന്താ അർത്ഥം എന്നറിയോ? തീ കെട്ടൂൻ, പേർഷ്യക്കാരെ തീ കെട്ടൂൻ. ഫസാറ ലഹ്ബുഹ, അല്ല ഇവരുടെ ഇബ്രാഹിം നബിന്റെ തീകുണ്ടത്തിലെ തീ മുഹമ്മദ് നബിയെ വിളിച്ച് ഇബ്രാഹിം നബി തേടിയപ്പോൾ കെട്ടുപോയി. ഈ മുഹമ്മദാവും മുഹമ്മദാവും വേർതിരിച്ച് ഉസ്താദ് എന്നെ മനസ്സിലായില്ല. കാരണം ഉസ്താദിന് മനസ്സിലായെങ്കിൽ മുക്രിക്ക സ്വലാത്ത് ചൊല്ലുമ്പോൾ പറയില്ലേ, മുക്രിക്ക മുഹമ്മദ് എന്നല്ല മുഹമ്മദ് എന്നാ വായിച്ച്, വെറുതെ നാണക്കേടാക്കല്ല എന്ന് പറയില്ലേ? അതില്ല. എല്ലാവരും പറഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ എന്ന് വായിച്ചപ്പോൾ. ഇതാണ് ഈ ഉമ്മത്തിൻ്റെ ആലിമീങ്ങളുടെ അവസ്ഥ. പിന്നെ സാധാരണക്കാരൻ എന്ത് പറയാനാ? ഉലമാഇന്റെ ഖുതബാഇന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാദാ സീതാ മുസൽമാൻ എന്ത് പറയും നമ്മൾ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇനി ശരി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തീയിൽ നിന്ന് ഇബ്രാഹിം രക്ഷപ്പെട്ടെങ്ങനെയാ? ജിബ്രീൽ വന്നു, ഇബ്രാഹിം എന്റെ സഹായം എന്തെങ്കിലും, അമ്മാ ഇലൈക ഫല, നിന്റെ ഒരു സഹായം ആവശ്യമില്ല, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്. അത് അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബി തീകുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കണ്ട് ആസർ എന്ന ബഹുദൈവ വിശ്വാസിക്ക് അല്ലാഹുവിനെ മനസ്സിലായി. പള്ളിയിലെ ഖത്തീബിൽ നിന്നില്ല. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു ഉദ്ധരിച്ചു, ആസർ പറഞ്ഞു, നിഅമർ റബ്ബു റബ്ബുക യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, നീ എന്ത് പറഞ്ഞാലും നിന്റെ റബ്ബ് നല്ല റബ്ബാ, നീ പറഞ്ഞിട്ട് നിന്നെ രക്ഷപ്പെടുത്തിയല്ലോ. ആസറിന് മനസ്സിലായി. പള്ളിയിലെ ഖാദിക്ക് ഇന്നും മനസ്സിലായിട്ട. അയാൾ ഇപ്പം പറഞ്ഞ് വായിക്കുന്നത് എന്താണ്? അവിടെ മുഹമ്മദ് നബിയെ കൊണ്ടാണ് ആ തീ കെട്ടുപോയത്. ഖുർആനെതിരാണ്. ഖുർആനെതിരെ വിശ്വസിക്കൽ കുഫറാണ്, കുഫറാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. കേട്ടോളി. أنه وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألفي عام يسبح الله ذلك النور. എന്താർത്ഥം? നബി പറയാണെന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യം വരും? ആര് ചെയ്തു? അപ്പൊ അതിന് ഉത്തരം കിട്ടണ്ടേ? അതില്ല, സംഭവമേ ഇല്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നബി പറഞ്ഞു അത്രേ, ഞാൻ അള്ളാന്റെ മുമ്പിൽ എൻ്റെ നൂറുണ്ടായിരുന്നു ആദം നബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ
2000 വർഷങ്ങൾക്ക് മുമ്പേ, അൽഫൈ ആം, 2000 വർഷം. മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഈ പറയുന്നത്, മുസ്ലിം എന്ന് പറയുന്നവരുടെ ഇതാണ് മങ്കൂസ് മൗലിദിൻ്റെ തുടക്കമെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വലിൻ്റെ പേര് പറഞ്ഞ് ഇത് വായിക്കുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ജൂതൻ കൈകൊട്ടി ചിരിക്കുന്നുണ്ടാവും ഈ അവസ്ഥ കണ്ടിട്ട്. വേണമെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദന്മാർക്ക് പൈസ അയച്ചു കൊടുക്കും. ജൂതൻ്റെ സ്വഭാവം അതല്ലേ, ജൂതൻ്റെ സ്വഭാവം അതല്ലേ. അവരുടെ ഇസ്ലാമിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇസ്ലാമിൻ്റെ രോമം തൊടാൻ കഴിയില്ല. അതൊക്കെ വ്യാമോഹമാണ്. അത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്കായാലും അമേരിക്കൻ നസ്രാനിസത്തിനായാലും മറ്റേ ജൂതനായാലും ഏതവനായാലും ഇസ്ലാമിൻ്റെ ഒരു രോമം അടർത്താൻ പറ്റില്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തൊടാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ, അസൂയ കൊണ്ടല്ലേ ഇതെല്ലാം പൊലമിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നിട്ട് ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അസൂയുണ്ട എങ്ങനെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ മനസ്സിൽ ഇസ്ലാമിനോട് ഒരു മടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ അവർക്ക് സാധിക്കും. അതിൻ്റെ പണിയായി എടുത്തുകൊണ്ടിരിക്കുന്ന പണി. എങ്ങനെ പറഞ്ഞു വന്നു എന്നിട്ടാണ് അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ. പുറത്തേക്കൂലല്ലോ, ആളും കൂടും ചിലപ്പോൾ, ഈ ചോറാക്കേണ്ടി വരും. ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുന്നല്ല അല്ലാഹു പറഞ്ഞേ, ഇതെല്ലാം ഹക്കാണ്. നബിയെ പോലെ ആരും ഒരു ഉമ്മയും ആരും പ്രസവിച്ചിട്ടൊന്നുമില്ല, അത് ഹക്കാണ്. അടുത്ത ബാത്തിൽ കേട്ടോ, അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക الصഫാ മൻ ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ഇതർത്ഥം അൻത മുൻജീനാ ഗദൻ, താങ്കളാണ് നമ്മുടെ നാളെ രക്ഷപ്പെടുത്തുന്ന ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞെന്താ അറിയോ? ആയിഷ, അമലുകളിലൊന്നും തൃപ്തിപ്പെടണ്ട, അള്ളാന്റെ റഹ്മത്തുണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നബിയെ അങ്ങാണെങ്കിലോ? ഞാനും ഞാനും ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനും രക്ഷപ്പെടൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് ദീൻ, നമ്മുടെ അഖീദ അതാണ്. ഇതോ അള്ളാഹുവിന്റെ റസൂലിനോട് നേർക്ക് നേരെ, നബിയെ നിങ്ങളാണ് നാളെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ആള്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. ഇബ്രാഹിം നബി മുട്ടുകാലിലാണ് മഹ്ശറിൽ ഇരിക്കുക. മുട്ടുകാൽ കുത്തിയിരുന്ന് കൈനീട്ടി പറയും, യാ റബ്ബി സല്ലിം, യാ റബ്ബി സല്ലിം, റബ്ബെ രക്ഷപ്പെടുത്തി തരണേ, രക്ഷപ്പെടുത്തി തരണേ. അതായിരിക്കും അമ്പിയാക്കളുടെ അവസ്ഥ. പിന്നെയോ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താർത്ഥം? നബിയെ തെറ്റ് ചെയ്തു പോയി, നബിയെ. കേട്ടില്ലേ ഖലീൽ ബുഖാരിന്റെ ദുആ? ഖത്താബ് തങ്ങളെ കൈമേൽ എന്ത് കൊടുത്തേ? എന്താണ് ആ ദുആന്റെ ഇത്? ഖലീൽ ബുഖാരിന്റെ ദുആ ഇല്ലേ? ഖത്താബ് തങ്ങൾക്ക് അല്ല അയാൾ സലാത്ത് ഹൽക്കയിൽ നബിനെ വിളിച്ച് ദുആ ചെയ്യുന്ന ദുആ കേട്ടിട്ടേ? നബിയെ നബിയെ നബിയെ. അതാണ് ഈ ദുആ. ഈ ദുആ പറഞ്ഞ മുശ്രിക്കല്ലേ, അതിന് പോലെ അറിയണ്ടേ ഇതെന്താ പറയുന്നതെന്ന്. ഇവനത് അറിയില്ല. അതെങ്ങനെ അറിയാതിരിക്കൊരു ഖത്തീബായിട്ട്, അതെങ്ങനെ ഒരു ഖാദിയായിട്ട്, ഒരു ഭയങ്കര പുണ്യമാക്കപ്പെട്ട സാധനമായിട്ട് കൊണ്ടു നടക്കുന്നതിനെ പറ്റി അറിയാണ്ടിക്കോ? വായിക്കാണ്ടിക്കോ? പഠിക്കണ്ടേ? വായിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തോനെ കിട്ടുള്ളൂ. ഇൽമും ഹിദായത്തും തമ്മിൽ ബന്ധമൊന്നുമില്ല. അക്ബർ രാജാവിന്റെ കാലത്ത് അക്ബറിന്റെ ഉപ്പയാരാ? ആരാ അക്ബറിന്റെ ഉപ്പ? അപ്പൊ നമ്മളല്ലേ ബെസ്റ്റ്, നമ്മളെ പഴയ സ്കൂള്, LP സ്കൂള്. വൈകുന്നേരം വന്നിട്ട് ബുക്ക് ചാടല്, പിന്നെ രാവിലെ പോകുമ്പോൾ അതേ ബുക്ക് എടുത്തിട്ട് പോക്ക്. എന്നാലും അതെല്ലാം ഓർമ്മയുണ്ട് നമുക്ക്. ഹുമയൂണല്ലേ അക്ബറിന്റെ ഉപ്പ? ഹുമയൂണാന്ന്.
ചരിത്രം നമ്മൾ ശരിക്കും പഠിച്ചു പണ്ട്. ഹുമയൂണിൻ്റെ മോൻ അക്ബർ ഷീഈ വിശ്വാസക്കാരനാണ്. നിങ്ങൾ ആഗ്രയിൽ പോയിട്ടേ അക്ബറിൻ്റെ കോട്ടയും അവിടെ ഷിയായിസത്തിൻ്റെ ചില അടയാളങ്ങളുണ്ട് ആ കോട്ടകളിൽ. അവരുടെ ഷീഈ വിശ്വാസ ആചാര ഇയാളുടെ ഷാജഹാൻ്റെ ഒരു കോട്ടയില്ല ആഗ്രയിൽ, ആഗ്ര കോട്ട, ഷീ വിശ്വാസക്കാരനാണ്. അയാൾ രാജകുമാരൻ. അക്ബർ എത്രാമത്തെ വയസ്സിലാണ് രാജാവായത്? 14 വയസ്സപ്പോൾ രാജാവായില്ലേ അക്ബർ. ദീൻ പഠിച്ചിട്ടില്ല, പക്ഷെ ദീന ഇലാഹി എന്ന മതം ഉണ്ടാക്കി ചങ്ങായി. അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ്റെ എഴുത്തിൽ അക്ബർ ദി ഗ്രേറ്റ്, അക്ബർ എന്ന മഹാനായ മനുഷ്യൻ. ഔറംഗസീബോ സ്വന്തം ബാപ്പാനെ വീട്ടുതളങ്ങളിൽ പ്രാപിച്ച കള്ളൻ. മഅദല്ലാഹ്. ഞാൻ ദുബൈയിൽ ഇവിടെ ജലാലാബാദിൽ ഫത്വ പഠിക്കുമ്പോൾ അവിടെ ഒരു കിതാബുണ്ട്, ഫതാവ ആലംഗീരി. ഔറംഗസീബ് ആലംഗീരി റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊട്ടാരത്തിൽ ഉലമാക്കളെ വിളിച്ചു വരുത്തി മസ്അലകൾ എഴുതിപ്പിച്ച കിതാബ് ഇന്നും യു പിയിലുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ള കിതാബ് ഫതാവ ആലംഗീരി. അതുകൊണ്ട് ഇംഗ്ലീഷുകാർക്ക് എന്തായി? വളരെ മോശമായി. അപ്പോൾ അക്ബർ ഈ ദീന ഇലാഹി ഉണ്ടാക്കിയത് ബാങ്ക് കൊടുക്കുമ്പം അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറഞ്ഞ് നമ്മൾ എന്ത് പറയണം? അല്ലാഹു അക്ബർ. പക്ഷെ അക്ബറിൻ്റെ ഖത്തീബന്മാർ പ്രസംഗിച്ചു ജല്ല ജലാലുഹു എന്ന് പറയാൻ. കാരണം അക്ബറിൻ്റെ ശരിക്കുള്ള പേരെന്താ? ജലാലുദ്ദീൻ അക്ബർ അയാളുടെ പേര്. അക്ബർ രാജാവിൻ്റെ ശരിക്കുള്ള പേര് ജലാലുദ്ദീനാണ്. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പം ജല്ല ജലാലുഹു എന്ന് പറയണമെന്ന് ഖത്തീബന്മാർ പ്രസംഗിച്ചു. മുഗൾ രാജാക്കന്മാരുടെ ഖത്തീബന്മാർ 2 പണ്ഡിതന്മാരാണ്, അക്ബർ രാജാവിൻ്റെ കൊട്ടാരവാസികളായ പണ്ഡിതന്മാരാണ് ദീന ഇലാഹി ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇൽമിൻ്റെ കുറവല്ല, ഇൽമും ഹിദായത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ വായിക്കേണ്ടി വരുന്നത്. നാളെ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ജാഥ വിളിക്കാൻ പോവാണ്. മുഷ്ടി ചുരുട്ടി അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ് റാലി തുടങ്ങാൻ പോകുന്നത്. ബിസ്മില്ല പറഞ്ഞിട്ടായിരിക്കും കൊടിപൊക്കുക. പക്ഷെ എന്നിട്ട് പറയുന്നത് ഈ ശിർക്കിൻ്റെ വാചകമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേർക്ക് നേരെ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അതശ് യൗമ നശ്രി കിതാബി യാ സയ്യിദി ഖൈറൻ നബി. എന്താ അർത്ഥം? നമുക്ക് അങ്ങയുടെ ഹൗദിൻ്റെ ഒരു കോപ്പ വെള്ളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് നമുക്ക് തരണം. നമ്മളെ കിതാബുകളൊക്കെ കയ്യിൽ തരുന്ന ദിവസം നമുക്കൊരു കോപ്പ വെള്ളം അങ്ങ് തരണം. അങ്ങയുടെ ഷഫാഅത്ത് അങ്ങ് നമുക്ക് തരണം. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വലിയ നാശത്തിലും നഷ്ടത്തിലുമായി പോകും എന്ന് കരഞ്ഞ് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചെയ്യുന്ന ദുആ. ഇതാണ് മങ്കൂസ് മൗലിദ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഉലമാക്കൾ എന്ന് പറയുന്നവർ നേതൃത്വം കൊടുത്ത് നടത്തുന്ന സംഗതി ജൂദായിസമാണ്. അതാണ് നമ്മൾ പണ്ടേ പറയുന്നുണ്ട്, ജൂതൻ ജയിക്കുന്നു മുസ്ലിം തോക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലെങ്കിൽ തന്നെ ഈ മൗലൂദിൻ്റെ കിതാബ് മങ്കൂസ് മൗലിദ് എത്ര ഒരു പരിശുദ്ധമാക്കപ്പെട്ട സംഗതിയാണെങ്കിൽ, എത്ര പുണ്യം അത് വായിച്ചാൽ കിട്ടുമെങ്കിൽ, അതല്ലേ പറയുന്നത്, ആഫത്തുകളെ തടയും, മാറാരോഗങ്ങളെ ഇല്ലാതെയാക്കും, ബലാ മുസീബത്തുകളെ തടയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മങ്കൂസ് മൗലിദ് വായിക്കണം. എങ്കിൽ ആ മങ്കൂസ് മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. അത് വായിച്ചാലും ആപത്തുകൾ തടയപ്പെടുമോ എന്ന് പറയണം. അത് ഉമ്മത്ത് അറിയണമല്ലോ. ഏതാണത്? ഞാൻ അതും കൂടി വായിച്ചു തരാം. എന്തായാലും തുടങ്ങിയല്ലോ. ഞാൻ പണ്ടേ പറയുന്ന കേട്ടോ, യഹ്യ ഇബ്നു ഉർവയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അന്ന ഖുറൈശൻ കാനൂ ഇൻദ സനമിൻ മിൻ അസ്നാമിഹിം, ഖുറൈശികൾ അവരുടെ ബിംബങ്ങളിൽപ്പെട്ട ഒരു ബിംബത്തിന്റെ അടുക്കലായിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പം തന്നെ ഇത് ഇല്ലാത്ത കഥയാ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് മലയാളത്തിൽ എഴുതിയിട്ട് കാബുബിലല്ല, എന്താണ്, യഹ്യ ഇബ്നു ഉർവ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ആ കഥ എഴുതിയാൽ അത് വായിച്ചാൽ ആപത്തുകൾ തടയപ്പെടുമോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. മലയാളത്തിൽ പാരഗ്രാഫിൽ കഥ എഴുതി,
എന്നിട്ട് ഉസ്താദ് ആ കോപ്പി എടുത്തിട്ട് മുസ്ലിമീങ്ങളെല്ലാം കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കും, നിങ്ങൾക്ക് പനി പിടിക്കൂല, തലവേദന പിടിക്കൂല. ആവോ? പിന്നെന്താ ഈ അറബിയിൽ വായിക്കുമ്പോൾ മാത്രം അങ്ങനെ ഒരു കിട്ടല്? മലയാളത്തിൽ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അറബിയിൽ അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഹബീബി? അറബിയിലെ കഥയെല്ലാം വായിച്ചാലുണ്ടല്ലോ ഇങ്ങോട്ട് അടിച്ചിട്ട് ഓടിവിടുന്നു. അങ്ങനെ എന്തെല്ലാം കഥയുണ്ട് അറബിയിൽ? എല്ലാം വായിച്ചാൽ കൂലി കിട്ടോ? ഇസ്ലാമിലൊരു മാനദണ്ഡമില്ലേ, ഒരു പ്രമാണമില്ലേ? അള്ളാഹുവും അള്ളാന്റെ റസൂലും പറഞ്ഞല്ലേ ദീനാവുള്ളൂ, അതെല്ലാം മരുന്നാവുള്ളൂ. യഹ്യ ഇബ്നു ഉർവ പറയുന്നു, ഖുറൈശികൾ അവരുടെ ബിംബങ്ങളിൽപ്പെട്ട ഒരു ബിംബത്തിനടുത്തായിരുന്നു. ഖദ് ഇത്തഖദൂ ദാലികൽ യൗമ ഈദൻ മിൻ അയ്യാമിഹിം, അവർ ആ ദിവസത്തെ അവരുടെ ഉത്സവത്തിന്റെ ദിവസമായി കൊണ്ടാടിയിരുന്നു എന്ന്. ഞാൻ ഇപ്പൊ ഇത് അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? പിന്നെ അവർക്കെന്തോ ഒരു തോന്നല്, പെണ്ണുങ്ങൾ തട്ടലിട്ട് ഒരു തൊപ്പിയിലിട്ട് എന്തോ പറയുന്നുണ്ട് ഉസ്താദ്, എന്താണെന്നറിയില്ല, എന്തോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ തലയാട്ടി കേൾക്കും. ബാക്കി യൻഹറൂന ഫീഹിൽ ജസൂറ, അന്ന് അവർ ഒട്ടകങ്ങളെ അറുക്കാറുണ്ട്. അത് ശരി, അപ്പൊ അതാ സംഭവം. അതുകൊണ്ടാണ് ഇന്ന് പോത്തിനെ അറുക്കുന്നത്. വയഅ്കുലൂന, നല്ലോണം തിന്നും, വയശ്റബൂന, നല്ലോണം കുടിക്കുകയും ചെയ്യും. സർവത്തല്ല, ഖുറൈശികൾക്ക് ഏതാ 200 മില്ലിയ കുടിക്കല്. അവരവിടെ ഇഅ്തികാഫിരിക്കും, ഭജനമിരിക്കും. യഖൂദൂന, ഭയങ്കരമായ ഭവ്യതയോടുകൂടിയാണ് അവർ ഇരിക്കുക. വയൽഅബൂന, ഒരുപാട് കളിതമാശകളുണ്ടാവും. ആകാശത്തൊട്ടിലുണ്ട്, മരണക്കിണറുണ്ട്, പിന്നെതാ തോണിയുണ്ട്. പിന്നെതാണ് ഈ ഉത്സവത്തിനുണ്ടാല് 3 പെറ്റുമ്മാല്, ചങ്ങായി പാപ്പൻ ശരിയാണ്, 3 പെറ്റുമ്മാല് ഉറൂസിന് എന്തെല്ലാം ഉണ്ടാവുമെന്ന് അറിയോ? അതല്ലേ പറഞ്ഞത്, ഖുറൈശികൾക്കുള്ള പരിപാടി ഉത്സവത്തിന്റെ അന്ന് എല്ലാ കളിതമാശകളും ഉണ്ടാവും. അപ്പൊ അന്ന് എന്തായിരിക്കും അവിടെ? അമ്പെയ്ത്ത് മത്സരം, കുതിരയോട്ട മത്സരം, ഗുസ്തി, ഇതൊക്കെ അറബികൾക്ക് പരിചയമുള്ള മത്സരങ്ങൾ. കള്ളുകൂടി മത്സരം അതുണ്ട്. ഫസ്റ്റ് ആരാ ബോധം കടലിൽ നിന്ന് കുടിച്ചിട്ട്, അതാ നോക്കല്ലേ. ബഹ്റൈൻ നമ്മുടെ 2 ചങ്ങായിമാരുണ്ടായി, അള്ളാഹു നല്ല കൂലി കൊടുക്കട്ടെ അവർക്ക്. പണ്ട് ജാഹിലിയ അവസ്ഥയിലുള്ള കഥ പറയും അവർ. സെൻട്രലിൽ നമ്മൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഇപ്പോൾ 2 ചങ്ങായിമാരുണ്ട്, അവർ പറഞ്ഞു ഒരു കുപ്പി വാങ്ങിയിട്ട് നമ്മളിങ്ങനെ വെക്കും, എന്നിട്ട് വാശിയാണ് ആര് ഫസ്റ്റ് ബോധം കൊണ്ട് നോക്കാം, എന്നിട്ട് കുടിക്കും. പക്ഷേ ഇന്ന് മാഷാ അല്ലാഹ് നല്ല സെൽഫികളാണ്, പക്ക സെൽഫികൾ. അള്ളാഹു ഹുസ്സൈൻ നസീബായി കൊടുക്കട്ടെ. ജാഹിലിയത്താണ്, അള്ളാഹു പുറത്തു കൊടുക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഉറപ്പാണ്. അങ്ങനെ കളിതമാശകളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഫദഖലു അലൈഹി, അങ്ങനെ അവരൊക്കെ കൂടി വന്നു ബിംബത്തിന്റെ അടുക്കലേക്ക്. ഫവജദൂഹു മക്ബൂബൻ അലാ വജ്ഹിഹി, നോക്കുമ്പോ ദൈവം മുഖം കുത്തി വീണിരിക്കുന്നു. ഇത് വായിച്ചാൽ കൂലി കിട്ടോ? പിന്നെ എന്ത് കൂലിയായി പറയുന്നത്? പിന്നെ എന്തിനാ ഇങ്ങനെ സമയം മെനക്കെട്ടി ഇത് വായിക്കുന്നത്? ഇത് മലയാളത്തിൽ കേൾക്കുമ്പോൾ ഇതിന്റെ അർത്ഥം തിരിയുന്നു. ഫഅൻകറു ഇൻദ ദാലിക അലൈഹി, അവരത് വല്ലാതെ വെറുത്തു, ഇഷ്ടപ്പെട്ടില്ല. വറദ്ദൂഹു ഇലാ ഹാലിഹി, അത് അവർ നേരത്തെയുള്ള പോലെ എടുത്തു വെച്ചു. ഫൻഖലബ ഇൻഖിലാബ സാഗിരിൻ, അപ്പോഴും അതാ ദൈവം വളരെ നിന്യനായിക്കൊണ്ട് തലകുത്തി വീഴുന്നു. ഫഫഅലു ദാലിക സലാസ, ഇതവര് 3 പ്രാവശ്യം ചെയ്തു. വഹുവ ലാ യസ്തഖീം, പക്ഷെ നേരെ നിൽക്കുന്നില്ല. നീട്ടി നിർത്തുമ്പം സാധാരണക്കാരൻ വായിച്ചു എന്തോ ഓതി നിർത്തിയതാണ്, അവർ സലാത്തെല്ലാം തുടങ്ങി. ഫലമ്മാ റഅൗ ദാലിക, ഇതവര് കണ്ടപ്പോൾ അബദൗ ഹുസ്നൻ വതഅല്ലുമ, അവരുടെ ഉത്സവം വല്ലാത്ത വിഷമത്തിലും സങ്കടത്തിലേക്കും വഴിമാറി. വഅസ്ബഹൽ ഈദുൽ ലദീ കാനൂ ഫീഹി മഅ്തമ, അവരുടെ ഉത്സവം ദുഃഖത്തിന്റെ ദിവസമായി മാറി. ഒരു കഥ പറഞ്ഞു തീർന്നു. ആയിക്കോട്ടെ, ഇത് കഥ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷെ ഇതിൽ ഈ ആപത്തുകളെ തടയുന്ന ഒരു ഭാഗം ഏതാ? ഇത് ഉമ്മത്തിന് കഥ പറഞ്ഞു കൊടുക്കലല്ലേ. അതിനെങ്ങനെയാ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പറയാത്തൊരു പ്രതിഫലം ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക? നമുക്ക് ഡിങ്കന്റെ കഥ വായിച്ചിട്ട് പറഞ്ഞൂടെ? ഡിങ്കന്റെ കഥ എല്ലാവരും 10 പ്രാവശ്യം വായിക്കണം, ഇന്ന് കൂലി കിട്ടും. ദീനെങ്ങനെയാണെങ്കിൽ ആർക്കും എന്തും പറയാവുന്നതാണെങ്കിൽ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, സനദില്ലെങ്കിൽ, സനദി എന്നൊരു പരിപാടി ഇല്ലെങ്കിൽ ആരും എന്തും പറയും. അതായി ചെയ്യുന്നു. നിനക്ക് തെളിവ് വേണ്ടേ? ഒരു കൂലിയാവുമ്പോൾ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലുമല്ലേ കൂലി നിശ്ചയിക്കേണ്ടത്. ഫഖാല ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്, അപ്പോൾ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. ചിലപ്പോൾ പിള്ളേർ ഉറങ്ങുന്നുണ്ടാവും, അന്നേരം മുക്രി റളിയത്ത് പറയടാ, ഒരു സ്വഹാബിയുടെ പേര് കേട്ടിട്ട് മുണ്ടാണ്ടിരിക്കും. നോക്കിയേ,
കാരണം അറബി പേരാ കേട്ടത് ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്. ഉമ്മത്തിന് അത്രയും വിവരേ ഉള്ളൂ, ഖുർആൻ വരെ നേരെ ചൊവ്വേ പഠിപ്പിച്ചിട്ടില്ല. അറബിക് പേര് കേട്ടപ്പോൾ അവർ ചെയ്തു സഹാബിയാണ്. പറഞ്ഞത് എന്താ? അള്ളാഹു തൃപ്തിപ്പെടട്ടെ, റോമിൽ നസറാണിയായിട്ട് മരിച്ചു എന്നാണ് ഉസ്മാൻ ഇബ്നു ഹുവൈരിസിന്റെ ചരിത്രം. അയാൾ ഖുസൈ ഗോത്രത്തിലെ അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അയാൾക്കാണ് മുസ്ലിമീങ്ങളെ തർദിയത്ത് കൊടുത്തത്. അതിന് ശേഷം ഇപ്പം ഒരു ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് കണ്ടു. ഈ മങ്കൂസ് മൗലിദിലെ ഈ ബൈത്ത് പാടുമ്പോൾ ആരും ജവാബ് പാടാറില്ല. മുമ്പ് അല്ലാഹു ആലം, അത് നമുക്കറിയില്ല. നമ്മൾക്ക് പാടുന്നത് കേട്ടിട്ടുള്ളൂ അല്ലേ? പാടണ്ടാന്ന്. കാരണം ഇത് കാര്യമില്ല, പാടിയിട്ട് കാര്യമില്ല. പിന്നെന്താ ആപത്തിനെ തടിയെന്ന് പറയുന്നത് ഇത് വായിച്ചാൽ? എന്താ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് മാലഹു, എന്തു പറ്റിപ്പോയി ദൈവത്തിന്? ഖദ് അക്സറ തനക്കുസ, ഇതാ ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന ഹാദാ ലി അംരിൻ ഹദസ വഅൻഷദ വഖൽബുഹു യസ്ലാ ബിന്നാർ, ഇതെന്തോ ഒരു സംഭവത്തിന്റെ പിറകിലാണ് സംഭവിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ പേരിൽ ബിംബങ്ങളൊക്കെ തലകുത്തി വീണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ പേരിലാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പാടി സ്വലാത്തുൻ വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി അയാ സാനമൽ ഈദിൽ ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുർബി. ജവാബ്, ഇത് പാടുന്നത് വെറുതെ ഇങ്ങനെ കളിച്ച് തമാശ കളിച്ച് പിന്നെ ഒരു പാട്ട് പാടും പോലെ അല്ല, കഥ പറയും പോലെ അല്ല. ഇതിനൊരു ഭവ്യതയുണ്ട്, ഇതിനൊരു പ്രത്യേക ശൈലിയുണ്ട്. വെള്ള തലപ്പുറത്താണ് വെച്ചിട്ടുണ്ടാവുക. ഉസ്താമാരൊക്കെ നല്ല തലപ്പാവെല്ലാം കെട്ടി അത്രയെല്ലാം പൂശ വന്നിരിക്കുക. കാരണം ഭയങ്കരമായ ഇബാദത്തല്ലേ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, വെറും ഒരു കഥ പറയാ. അയാ സ്വനമൽ ഈദി, നമ്മുടെ ഉത്സവത്തിന്റെ ബിംബമേ, അല്ലദീ സഫ ഹൗലഹു, അതിന് ചുറ്റുഭാഗത്തും ഇതാ അണിനിരന്നിരിക്കുന്നു. സ്വലാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുർബി, ദൂരെയുള്ളതും അടുത്തുള്ളതുമായ ഒരുപാട് കൂട്ടം ആൾക്കാർ വന്നിതാ സൊഫ് കെട്ടി നിൽക്കുന്നു. ആ സമയത്ത് തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി. തനക്കസ്ത മഖ്ലൂബ, നീതാ തലകുത്തി വീണിരിക്കുന്നു. ഫമാദാക, നിനക്കെന്തു പറ്റി ദൈവമേ? ഖുല്ലനാ, നമ്മളോടൊന്നു പറ. ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി, നമുക്ക് വല്ലാതെ ദുഃഖമായി കണ്ണുനീരൊലിക്കുന്നുണ്ട്, അതുകൊണ്ട് പറ ദൈവമേ എന്താ സംഭവിച്ചത്? ഇത് പറയുമ്പോഴും ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഖുർആൻ ആയത്ത് ഓതും പോലെ ഓതുകയാണ്, കൂലി കിട്ടുകയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വിമർശിച്ചത്. ഈ സമയത്ത് ഇന്ന അഅതൈനാകൽ കൗസർ എന്നോതി എത്ര കൂലി കിട്ടി? എത്ര കൂലി കിട്ടി? അതായത് അവർക്ക് അറിയുന്ന മനസ്സിലാവുന്ന ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു കൊടുത്താൽ അത് ഇൽമിന്റെ മജ്ലിസായില്ലേ? അതിനെത്ര കൂലി കിട്ടി? ഇനി കേട്ടോളൂ. ഫഇൻ കുൻത മിൻ ദംബിൻ നതൈനാ ഫഇന്നനാ നബൂഉ ബിഇഖ്റാരിൻ വനൻവി അനിൽ ദംബി. ഇനി നീ വീണത് നമ്മൾ ചെയ്ത ഏതോ ഒരു തെറ്റിന്റെ പേരിൽ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ നമ്മളിതാ നിന്നോട് തൗബ ചെയ്തു മടങ്ങി വരുന്നു, ദൈവമേ പൊറുത്തു തന്നൊന്ന് എഴുന്നേറ്റ് നിന്നാലും. പൂജാരി പറയാ ദൈവത്തിനോട്. അപ്പോഴാണ് സ്വലാത്തുൻ വതസ്ലീമു വഅസ്കാ തഹിയ്യതി. കാരണം ഉമ്മത്ത് മനസ്സിലാക്കുന്ന എന്താ? ഇതെന്തോ കൂലി കിട്ടുന്ന രണ്ട് വരി പാടിയിട്ടുണ്ടാണ്. അതിൻ്റെ അതൊരു സ്വലാത്താണ്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ഉണ്ടാവട്ടെ. വഇൻ കുൻത മഗ്ലൂബൻ വനുകിസ്ത സാഗിറാ ഫമാ അൻത ഫിൽ ഔസാനി ബിസ്സയ്യിദിർ റബ്ബി. ദൈവമേ, ഇനിയും നീ എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് വലിയ വിലയൊന്നും ഉണ്ടാവൂല, നിന്നെ ആരും റബ്ബായിട്ട് കാണൂല, വേണമെങ്കിൽ നിന്നോളീന്ന്. പുരാരിക്ക് ദേഷ്യം പിടിച്ച് ഇത് കേട്ട് നിൽക്കണ്ടേ? ഇത് കല്ലല്ലേ നിൽക്കുവോ? ഇതൊരു കഥയാണ്. ആ കഥ ഇങ്ങനെ അറബി പാടിയാൽ അതാ നമ്മുടെ ചോദ്യം. എന്തിനു ഉമ്മത്തിൽ ഇങ്ങനെ പറ്റിക്കുന്നു? എന്തിനിങ്ങനെ ചൂഷണം ചെയ്യുന്നു? ഈ കഥ ഇങ്ങനെ പാടിയിട്ട് പൈസ വാങ്ങല്ലേ? അല്ലെങ്കിൽ ഉമ്മത്തിനെ കൊണ്ട് ഇതെന്തോ ഇബാദത്താണെന്ന് തെറ്റിദ്ധരിപ്പിക്കല്ലേ? വഞ്ചനയാണത്, ചതിയാണ്. تردى لمولود نطاءت بنوره جميع فجاج الأرض خوفا من الرعب.
ആ കുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിലാണ് ഇത് വീണിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ജനന കാരണത്താൽ ഭൂമിയുടെ 4 ഭാഗവും പ്രകാശപൂരിതമായിരിക്കുന്നു. ഇതാണ് മദീഹിൻ്റെ ഒരു വരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ ആണ് ബിംബം തലകുത്തി വീണത്. ونارو جميع الفرس قد خمدت له وقد بات شاه الفرس في أعظم الكرب. പേർഷ്യക്കാരെ ആരാധിച്ചിരുന്ന തീകെട്ടുപോയി. പേർഷ്യൻ രാജാവ് വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി, പേടിയിലുമായി. ഈ ജനനത്തിൽ ജനിക്കുമ്പോൾ ഏത് പേർഷ്യൻ്റെ രാജാവ്? പേർഷ്യയോട് യുദ്ധം നടക്കുന്ന എപ്പോഴാണ്? ആരുടെ കാലത്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്ത് ചെയ്തിരുന്നു? കത്തയച്ചിട്ടുണ്ട്. ജനിക്കുന്ന സമയത്ത് പേർഷ്യൻ്റെ രാജാവ് ആരായിരിക്കും? ഇതൊരു കഥ. അല്ലാഹു അഅലം, ആവാമാവാതിരിക്കാം, കഥയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, റബീഉൽ അവ്വൽ മാസം പ്രമാണിച്ച് ഉമ്മത്തിനെ ഇതിനെ ഒരു ഭയങ്കരമായ ഇബാദത്താക്കി ചിത്രീകരിച്ച് ഇല്ലാത്ത പോരിശകളും സവാബുകളും അജ്റുകളും പറഞ്ഞ് പറ്റിച്ച് ഇത് ചെയ്യുന്നത് പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഖുസൈൻ്റെ പൂജാരിക്ക് സംഭവം മനസ്സിലായി. ഉസ്മാൻ ബിൻ ഹുവൈസിന് മനസ്സിലായി ഇതിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സംഭവം ഇതിൻ്റെ കഥ കഴിഞ്ഞു. എണീക്കുന്നില്ലല്ലോ. فيا قصي ارجعوا عن ضلالكم وهبوا إلى الإسلام والمنزل الرحبي. കുസയ്യ ഗോത്രമേ, വിട്ടോടിയൻ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ദ്വലാലത്തിലാണ്, മടങ്ങിപ്പോയിക്കോളൂ, ഇസ്ലാമിലേക്ക് ചേക്കേറിക്കോളീൻ. ഇതും വന്നിട്ട് ഉസ്മാൻ ഹുസൈൻ എന്ത് ചെയ്തു? റോമിലേക്ക് പോയി ക്രിസ്തു മതം സ്വീകരിച്ച് അവിടെ മരിച്ചു. ഇതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. നമുക്ക് മനസ്സിലാവാത്തത്, ഇങ്ങനെ ഒരു കഥ ഒരു ബൈത്ത് രൂപയാണ് ചൊല്ലി, മസ്ജിദിൽ വെച്ച് ചൊല്ലി ഈ ഉമ്മത്തിനോട് ഇന്ന് പ്രതിഫലമുണ്ടെന്ന് പറയാൻ ഈ പുരോഹിതവർഗത്തിൻ്റെ എന്താ അവകാശമാണ്? എങ്ങനെ പറയും? അള്ളാന്റെ ദീനല്ലേ, അള്ളാന്റെ ദീനിന് ഇഷ്ടം കാണിക്കാൻ പറ്റുമോ? ഇവിടെ അള്ളാഹും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതേ ദീനാവുള്ളൂ, അതിനപ്പുറത്തുള്ള ദീനാവൂല. അപ്പം അതുകൊണ്ട് മുസ്ലിം ഉമ്മ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയേണ്ട പോലെ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. പക്ഷെ മുൻഗാമികൾ അറിഞ്ഞു, ബഹുമാനിക്കേണ്ടത് പോലെ ബഹുമാനിച്ചു, അവർ പരിഗണിക്കേണ്ടത് പോലെ പരിഗണിച്ചു. അവരാരും അവരുടെ പരിഗണന നടത്തിയത് ഈ തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടല്ല. ചില ഉദാഹരണങ്ങൾ പറയാം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹു തആല, അദ്ദേഹം ഹദീസുൽ ജസഅ, അതായത് ഇതല്ലോ മിമ്പർ, റസൂലുള്ളാഹി തങ്ങളുടെ പഴയ മിമ്പർ, ആ പഴയ മിമ്പറുമായി ബന്ധപ്പെട്ട ഹദീസ് വായിക്കുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു. പഴയ മിമ്പർ കരഞ്ഞല്ലോ, പുതിയ മിമ്പർ വന്നപ്പോൾ അദ്ദേഹം പറയും, ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ, അൽ ഖശബതു തഹിന്നു ലിറസൂലില്ലാഹി ശൗഖൻ ലിമകാനിഹി മിനല്ലാഹ്. ഒരു മരക്കഷണം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഷൗക്ക് കാരണത്താൽ കരയുന്നു. ഫഅൻതും അഹഖു അൻ തഷ്താഖൂ ബിഹി, നിങ്ങളാണ് ഏറ്റവും അധികം നബിയോടുള്ള സ്നേഹത്തിൽ കരയേണ്ട ആൾക്കാർ. ശരിക്കും റബീഉൽ അവ്വൽ മാസത്തിൽ കരച്ചിലാണ് വരേണ്ടത് സത്യവിശ്വാസികൾക്ക്. ഇബ്നു ഹജർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസം 12-ാം തീയതിയാണ് വഫാത്തായത് എന്നതിൽ ലാ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസമില്ല. അഥവാ നാളെ ശരിയാണെങ്കിൽ, ഡേറ്റ് ശരിയാണെങ്കിൽ റബീഉൽ അവ്വൽ 12 നാളല്ലേ അള്ളാഹു റസൂൽ വഫാത്തായ സമയം. ഇവിടെ പള്ളികളിൽ കൊടിപൊക്കി ആഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചു. എന്തൊരു വിരോധാഭാസമാണ്! എത്ര വലിയ ചതിയന്മാരാണ്! ഇവർക്ക് എന്ത് സ്നേഹമുണ്ടെന്ന് നമ്മൾ പറയുക. കാരണം അന്ന് മദീനത്തുണ്ടായ കരച്ചിൽ, ഒരു യാത്രക്കാരൻ മദീനയിലേക്ക് വരികയാണ്. മദീനയിലെത്തുമ്പം അദ്ദേഹം കാണുന്നത് കൂട്ടക്കരച്ചിലാണ്. അയാൾ വിളിച്ചു ചോദിച്ചു, യാ അഹ്ലൽ മദീന, മദീനക്കാരെ എന്തു പറ്റി? ആരോ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. ആ കരച്ചിലാണ് അദ്ദേഹം കേട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ നെഞ്ചത്ത് തലയും ചാച്ചി വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായത്. അവസാന സമയം നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്രാത്ത്, മരണത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആയിഷ ബീവി ചെവി ചേർത്ത് വെച്ച് കേട്ടു, മരണത്തിന് വേദനയുണ്ട്. എന്നിട്ട് ബോധം പോയി. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ബോധം എഴുന്നേറ്റു. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവി പറഞ്ഞു, വീട്ടിൻ്റെ
മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കണ്ണു വെച്ച് നോക്കിക്കിടന്നു. അപ്പം ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ബലിർ റഫീഖുൽ അഅല, ബലിർ റഫീഖുൽ അഅല. ആയിഷ പറയാൻ, എനിക്ക് മനസ്സിലായി നബിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടുകയാണ്. നബിയെ, വേണമെങ്കിൽ ഇനിയും ദുനിയാവിൽ കുറേ കാലം ജീവിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ആകാശത്തേക്ക് പൊക്കി, എന്നിട്ട് പറഞ്ഞു, ഇലർ റഫീഖിൽ അഅല, ഇലർ റഫീഖിൽ അഅല. ഇനി ദുനിയാവിൽ വേണ്ട റബ്ബേ, മതിയായി, ഇനി നിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഇതും പറഞ്ഞ് ആ കൈ അങ്ങനെ താഴോട്ട് വീണു. ആയിഷ പറയാൻ, എനിക്ക് മനസ്സിലായി അല്ലാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടു, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ. അപ്പുറത്ത് തടിച്ചുകൂടിയ സ്വഹാബത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാർത്ത കേൾക്കാൻ കാത്തിരിക്കാൻ. ഞാൻ എന്തു പറയും? ഞാൻ എൻ്റെ വീട്ടിൻ്റെ കർട്ടൻ മാറ്റിയിട്ട് പറഞ്ഞു, മാത റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്നു. മദീന പള്ളിയിൽ സ്വഹാബത്തിൻ്റെ ഏങ്ങലടി ഇറങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിന്നെടുത്തുനിന്ന് ഇരുന്നു പോയി, എണീക്കാങ്ങില്ല. പല സഹാബാക്കളും ഇരുന്നെടുത്തുനിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായി, ബോധം നഷ്ടപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു വാളൂരി, കുഞ്ഞുങ്ങളെപ്പോലെ, കാരണം ബോധമില്ല. പറഞ്ഞു, എൻ്റെ നബി മരിച്ചിട്ടില്ല. മാ മാത റസൂലുള്ളാഹ്, എൻ്റെ നബി അങ്ങനെ മരിക്കൂല. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. മൂസ നബി പോയതാണ്. വല്ലാഹി ലയുബഅസൻ, തീർച്ചയായും നബി പിന്നെയും വരും. ഇനി എൻ്റെ നബി ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാലോ അവൻ്റെ കയ്യും കാലും ഞാൻ വെട്ടിക്കളയും. മുഅ്മിനുൽ ഖത്താബ്. ആ രീതി അന്ന് മദീനത്ത് റസൂലുള്ളാഹിന്റെ മരിച്ച ദിവസം. ഇന്ന് ആഘോഷ തിമിർപ്പിലാണ് ഈ ഉമ്മത്ത്. എന്തൊരു കാപട്യമാണ് ഇവർ പറയുന്ന സ്നേഹത്തിൽ, എന്തൊരു വിരോധാഭാസമാണിത്. സഹാബാക്കൾക്ക് ബോധം നഷ്ടപ്പെട്ടു പോയ ദിവസം എന്നിവരെ ആഘോഷ തിമിർപ്പിൽ ബോധമില്ലാതെ റോഡിൽ കറങ്ങുകയാണ്, തുള്ളിച്ചാടുകയാണ്. അത് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം എന്ന് പുറത്തായ പോലെ. ബഹുമാനപ്പെട്ട ആയിഷ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മോള് ഫാത്തിമയെ കണ്ടു. ആ ദിവസം ഫാത്തിമ ഉറക്കെ കരയുകയായിരുന്നു. വാ അബതാ, വാ അബതാ, എൻ്റെ വാപ്പ, എൻ്റെ വാപ്പ എന്ന് വിളിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം ഓരോ രാത്രിയിലും ഞാൻ എൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുമായിരുന്നു. ഓരോ ദിവസവും കണ്ണുകൾ നിറച്ച് കരഞ്ഞിട്ടല്ലാതെ എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല. അതായിരുന്നു മുൻഗാമികൾ. അവരതാ ഓർത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. ആയിഷ ബീവി പറയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ വന്നു. എൻ്റെ റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പുതപ്പും പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് വന്ന് മുഖത്തുനിന്ന് തുണി മാറ്റി കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു. കവിളിൽ കൈവച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, വാ നബിയ, വാ ഖലീല, വാ സഫിയ, ഓ എൻ്റെ സ്നേഹിത, എൻ്റെ കൂട്ടുകാര, അള്ളാഹുവിൻ്റെ പ്രവാചക, വിട്ടുപോയല്ലോ നിങ്ങൾ. തുബ്ത ഹയ്യം വമൈത, അങ്ങ് നല്ല രീതിയിൽ ജീവിച്ചു, നല്ല നിലക്ക് മരണപ്പെട്ടു. ഒരു മരണമേ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളൂ. ആ മരണം അങ്ങ് മരിച്ചു കഴിഞ്ഞു. രണ്ടാമത് മരണത്തിൻ്റെ രുചി അങ്ങക്ക് രുചിക്കേണ്ടി വരൂല. ഇതും പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയ്യുഹൽ ഹാലിഫ് അലാ റിസ്ലിക്, ഉമറേ അടങ്ങിയിരിക്ക്, ഞാൻ പറയുന്ന കേക്ക്, നമ്മുടെ നബി മരണപ്പെട്ടു, നമ്മുടെ നബി യാത്രയായി, നീ ഇങ്ങനെ കാണിക്കല്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബിക്കും. നബിയാണ് ഉമറേ, മരിച്ചുപോയി, എല്ലാവരും മരിക്കും. ഉമർ ഫാറൂഖ് വാള് തറയിൽ കുത്തി അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ആ ആയത്ത് കേൾക്കുമ്പോൾ തോന്നി എനിക്ക്. അത്ര സങ്കടപ്പെട്ടു സഹാബാക്ക്. ആ ദിവസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എപ്പോഴൊക്കെ ഓർക്കുമോ അപ്പോഴൊക്കെ മുൻഗാമികൾ കരഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യൂബ് സഖ്തിയാനിയുടെ കൂടെ 2 പ്രാവശ്യം ഹജ്ജിന് പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ തന്നെ നടന്നു, എന്തെങ്കിലും കേൾക്കാൻ, ഒന്നും മിണ്ടലില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും. വേറൊന്നും പറയുന്നില്ല, കരയാൻ തുടങ്ങും. അയ്യൂബ് സഖ്തിയാനിയുടെ ദർസിൽ അദ്ദേഹം ഹദീസ് എടുക്കുന്ന സമയം എന്തെങ്കിലും ഒരു അപശബ്ദം കേട്ടാൽ അന്നേരം ദർസ് നിർത്തും. ചോദിക്കും, എന്താ ഒരു ശബ്ദം കേട്ടത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് വായിക്കുമ്പം ശബ്ദമുണ്ടാക്കൽ ശരിയല്ല, ഹദീസിൻ്റെ വായിൽ നിർത്തും. അതാണ് ഇക്റാം, അതാണ് തഅദീം. ഉമർ ഫാറൂഖിൻ്റെ കാലത്ത് 2 ആൾക്കാർ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഉറക്കെ സംസാരിച്ചു. ഉമർ പറഞ്ഞു,
നിങ്ങൾ മദീനക്കാരായിരുന്നുവെങ്കിൽ ഔജഅതുകുമാ, ഞാൻ നിങ്ങളെ അടിച്ച് വേദനിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വന്നിട്ട് ഉറക്കെ സംസാരിക്കുന്നു നിങ്ങൾ. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ തർഫഉ അസ്വാതകും, എൻ്റെ നബിൻ്റെ മുമ്പിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പോൾ എൻ്റെ നബിനോട് വർത്താനം പറയരുത്, നിങ്ങൾ അമല് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ബഹുമാനിച്ചു മുൻകാമികൾ, അങ്ങനെ സ്നേഹിച്ചു. അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മഹുല്ലാനെ മൻസൂർ രാജാവും മുഅ്തസിമും ഒക്കെ കൂടി ജയിലിട്ടു, ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹിൻ്റെ കലാമാണെന്ന് വാദിച്ചതിൻ്റെ പേരിൽ അവസാനം വന്ന വാസിഖ് അദ്ദേഹത്തെ മോചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇമാം നമുക്ക് പുറത്തേറണം, ആഖിറത്തിൽ നമുക്കെതിരെ പരാതി പറയരുത്. ഇമാമ് പറഞ്ഞു, നിങ്ങൾ എന്നെ ജയിലടച്ച ഒന്നാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തന്നിട്ടുണ്ട്. ഇക്റാമൻ ലി റസൂലില്ലാഹ്, അള്ളാഹിന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ട്. ഇദ് കുൻത മിൻ അഹ്ലി, കാരണം നീ ആ റസൂലിന്റെ കുടുംബക്കാരനായി പോയി, അതുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇതാണ് ഇക്റാം, ഇതാണ് തഅദീം. ഇതായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ. അവർ ഓർത്ത് കരഞ്ഞു. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്ന സംഭവം അറിയാലോ, ബാങ്ക് കൊടുത്ത സംഭവം. അദ്ദേഹം മദീനന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് താഴോട്ട് വീണു. റസൂലുള്ളാഹിന്റെ പേര് പറയുന്ന സമയം ഉരുണ്ട് വീണു താഴോട്ട്, ബോധം കെട്ടിട്ട്. എവിടെയുണ്ട് നമുക്ക് മുഹബത്ത്? നമ്മൾ കരയുന്നുണ്ടോ? നമ്മളെ കണ്ണീര് പൊടിയുന്നുണ്ടോ? നമ്മളെ കൽബിലൊരു നൊമ്പരമുണ്ടോ? ഹായ്, എൻ്റെ റസൂല് വഫാത്തായി പോയല്ലോ. അതിന് പകരം ഇന്നീ തോന്നിവാസങ്ങൾ. ഒരാളും ഖൈറുൽ ഖുറൂനിൽപ്പെട്ട ഒരാളും ഇമ്മാതിരി പരിപാടി കാണിച്ചിട്ടില്ല. അവരോർത്തു, അവരെ ഇത്തിബാ ചെയ്തു, അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ ചെയ്തു. A to Z ഒന്നും മാറ്റി വെക്കാതെ, വേഷത്തിലും കോലത്തിലും വർത്താനത്തിലും കച്ചവടത്തിലും സ്വഭാവത്തിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും മുഴുവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ. അതിനേക്കാളും വലിയ മുഹബ്ബത്ത് വേറെയില്ല. അതുകൊണ്ട് രാത്രി 2 മണിക്ക് മുള കുഴിച്ചിട്ടു, കൊടി കെട്ടി, തോരണം കെട്ടി, 3 മണിക്ക് പോയിട്ട് ഉറങ്ങി. സുബഹിൻ്റെ ബാങ്ക് കേട്ടില്ല. 9 മണിക്ക് എണീച്ച് കുളിച്ച് പച്ച തൊപ്പിയിട്ട് കൊടി പൊക്കാൻ വേണ്ടി വന്നു. ഓനാരാണ്? മുഹിബ്, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആള്. ഈ കള്ളൻ എങ്ങനെ സ്നേഹിക്കുന്നവനാവും? ഈ മുനാഫിക്ക് എങ്ങനെ സ്നേഹിക്കുന്നവനാവും? സുബഹിക്ക് ഉറങ്ങുന്ന മുനാഫിക്കല്ലേ? സുബഹി നിസ്കരിക്കാണ്ട് ഉറങ്ങുന്ന മുനാഫിക്കല്ലേ? നിഫാഖിൻ്റെ അടയാളല്ലേ അത്? സുബഹി നഷ്ടപ്പെടുത്തല്ലേ? ഈ മുനാഫിക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഹിബാവുക? ഇവൻ 9 മണിക്ക് എണീച്ചിട്ട് പള്ളിയിലേക്ക് വന്നത് കൊടിപൊക്കാൻ. കൊടിപൊക്കുന്ന സമയം നാട്ടിലെ ചെറുപ്പക്കാരൻ്റെ ഉസ്താദ് കണ്ടില്ല. ഓനെ ഉപ്പാനെ വിളിച്ചിട്ട്, എന്താപ്പാ ഓൻ സെൽഫിയായിട്ടായിപ്പോയില്ല, കൊടിപൊക്കാൻ കണ്ടിട്ടില്ലല്ലോ. സുബഹിക്ക് ഓനുണ്ടായില്ല, ഉസ്താദ് ചോദിച്ചിട്ടില്ല. ഓൻ സുബഹിക്ക് നിസ്കരിക്കാനുണ്ടായില്ല. ജാഥയിൽ പങ്കെടുത്ത്, റാലിയിൽ പങ്കെടുത്ത്, ളുഹർ ഖളാ ആയി, അസ്ർ ഖളാ ആയി, ആർക്കും ഒരു വിഷയമില്ല. റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ ഹുബിൻ്റെ ഭാഗം. അതേസമയത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീന പള്ളിയിൽ ഇഖാമത്ത് വിളിക്കുകയും ഇമാമത്തിനായി പകരം ഒരാളെ നിർത്തുകയും ചില ചെറുപ്പക്കാരെയും കൂട്ടി മദീനത്തെ വീടുകൾ സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആണുങ്ങൾ ഉണ്ടെങ്കിൽ ആ വീടോടുകൂടി അവരെ കത്തിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പള്ളിയിൽ ജമാഅത്തിനില്ലാണ്ട് ഇവൻ എത്ര വലിയ ജാഥ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്? എന്ത് മുഹിബാവാനാണ്? തോന്നിവാസം, വിരോധാഭാസം, വഞ്ചന, ചതി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാത്ത കപടന്മാർ. അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ ഒരു തൗഫീഖ് തന്നെങ്കിൽ അൽഹംദുലില്ലാഹ്. റബീഉൽ മാസം വന്നപ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഒരു ഭാവപ്പകർച്ചയില്ലല്ലോ, നമുക്കൊരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ ചില ആൾക്കാരുടെ സ്റ്റാറ്റസുകൾ എന്താണ്? മർഹബൻ യാ റബീയ, മർഹബൻ യാ റബീയ. റമദാൻ വരുമ്പോഴോ, അയ്യോ എത്തി മോനെ, ഇനിയൊന്നും ഇപ്പം കയ്യില്ല, നോമ്പില്ലേ, ഇനിയൊന്നും നടക്കൂല, ഇനിയിപ്പോൾ 30 ദിവസം. ഇപ്പോൾ റബീഉ വന്നപ്പോൾ മർഹബൻ യാ റബീയ, റബീഉൽ മാസത്തിൻ്റെ സ്വാഗതം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് അതാണ് ഓർക്കേണ്ടത്. എന്നിട്ട് കരയണം, എന്നിട്ട് ആ റസൂലിനെ പഠിക്കണം, ഇത്തിബാ ചെയ്യണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. 100% ഫോളോ ചെയ്യണം. 100%. ആൾക്കാർ കളിയാക്കും, പരിഹസിക്കും.
ദുനിയാവിൽ എന്തെല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. വല്ലാഹി സുമ്മ വല്ലാഹി ഒരു നഷ്ടവും ഈ ദുനിയാവിൽ സംഭവിക്കൂല, നാളെ ആഖിറത്തിലും സംഭവിക്കൂല. അള്ളാഹുവിൻ്റെ റസൂലിനെ മുറുകെ പിടിച്ചവരൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. അത് അള്ളാഹിൻ്റെ വഅദയാണ്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. ദീനിയാവണം. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. ദീനിയായിട്ടുള്ള കൂട്ടായ്മയും ചങ്ങായിമാരും ഉണ്ടാകും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ പ്രായത്തിൽ ആരും കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. 2, 3 ഒക്കെ കിട്ടാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അമ്മി പറഞ്ഞിട്ടേ ഉറക്കെ കുറവായി. അള്ളാഹു കബൂലാക്കട്ടെ. വേണ്ടിവരും, വരുന്ന കാലത്ത് അതൊക്കെ വേണ്ടിവരും. അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ. ഈ പ്രായത്തിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടല്ലോ, ദീനിൻ്റെ കൂട്ടായ്മ, അത് നമ്മുടെ ഷെറുകളിൽ നിന്ന് കാക്കും. ഒറ്റപ്പെട്ടാൽ ശൈത്താൻ പിടിക്കും. ആട്ടിടയൻ്റെ ആടുകളിൽ നിന്ന് ഒരാട് തെറ്റിയാൽ ചെന്നായി പിടിക്കുന്ന പോലെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. നമുക്കൊരു ഉത്സാഹം കിട്ടും, ഒരാവേശം കിട്ടും. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.